നമസ്തേ. ഇന്ന് 1201 ചിങ്ങമാസം 16-ാം തീയതി 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച തൃക്കേട്ട നക്ഷത്രം 34 നാഴിക 8 വിനാഴിക തൃക്കേട്ട നക്ഷത്രവും വെളുത്ത പക്ഷത്തിലെ നവമി തിഥിയുമാണ് ഇന്നത്തെ ദിവസം. തൃക്കേട്ട നക്ഷത്രം 34 നാഴിക 8 വിനാഴി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 7:57 വരെയാണ് തൃക്കേട്ട നക്ഷത്രം ഉള്ളത്. അതിനുശേഷം മൂല നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്ന പുരുഷ നക്ഷത്രമാണ്, പൂർണ്ണ നക്ഷത്രമാണ്. അതായത് രാശി കണ്ണിക്കാത്ത ഒരു രാശിയിൽ പൂർണ്ണമായിട്ടുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് തൃക്കേട്ട നക്ഷത്രം. വളരെ ഗാംഭീര്യമുള്ള ഒരു നക്ഷത്രമാണ്. അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമായതുകൊണ്ട് അതിൻ്റേതായ ഒരു വൈരാഗ്യബുദ്ധിയൊക്കെ ഉള്ള നക്ഷത്രമാണ്. പൊതുവിൽ ഈ നക്ഷത്രം സ്ത്രീകൾക്ക് അത്രത്തോളം നല്ലതല്ല. പുരുഷന്മാർക്ക് വളരെ പൗരുഷമുള്ളതായ ഗാംഭീര്യമുള്ളതായ ഒരു നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് ഈ നക്ഷത്രം വരിക വഴി അവർക്ക് ചില പൗരുഷ സ്വഭാവങ്ങൾ വരികയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വാശിയിലും നിർബന്ധത്തിലുമൊക്കെ അവർ കുറച്ച് പിടിവാശി കാണിക്കുക വഴി അവരുടെ ജീവിതത്തിനെ കുറച്ചൊക്കെ ജീവിത വിഷയങ്ങളെ സ്വാധീനിക്കാറുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ബാല്യകാലം, ജനനകാലം പൊതുവിൽ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ, 4-ാം പാദം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നക്ഷത്രത്തിന് 4 പാദമുള്ളതിൽ അവസാന പാദം 15 നാഴിക ഗണ്ണാന്തം എന്ന് പറഞ്ഞിരിക്കുന്ന ദോഷം വരും. ഈ ഗണ്ണാന്തത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബാല്യകാലത്തിൽ രോഗാരിഷ്ടതകൾ, മറ്റു ദുരിതങ്ങൾ, കഷ്ടതകളൊക്കെ ഉണ്ടാക്കും. കുട്ടിക്കുണ്ടാക്കും, കുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ടാക്കും. മാതാപിതാക്കളുടേതായ വഴികളിലുള്ളവരും ഇതിൻ്റേതായ ഭാഗങ്ങളാകാൻ സാധ്യതകളുണ്ടാകും. ഗണ്ണാന്തത്തിൽ അതിഗണ്ണാന്തമൊക്കെ വന്നു കഴിഞ്ഞാലാണ് അത്രത്തോളം ദോഷങ്ങൾ വരിക. മറ്റ് ഈ ദോഷം വരാത്ത നക്ഷത്രക്കാരായിരിക്കുന്ന കേട്ടക്കാർക്ക് എല്ലാ വിധത്തിലുള്ളതായ ഗുണങ്ങളുണ്ടാക്കും. ബാല്യകാലമൊക്കെ വളരെ സുന്ദരകരമായിരിക്കും, നല്ലതായിരിക്കും. അതിനുശേഷം വരുന്ന ബുധദിശയിലാണ് ഇതിൻ്റെ ജനനം വരുന്നത്. ബുധദിശാകാലം കഴിഞ്ഞിട്ട് കേതൂർ ദശാകാലം വരും. കേതൂർ ദശാകാലം പൊതുവിൽ എല്ലാവർക്കും, ആൺകുട്ടികളിലും പെൺകുട്ടിയായാലും എല്ലാവർക്കും കുറച്ച് രോഗാരിഷ്ടതകളും പഠനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ കുറച്ച് അനിഷ്ടങ്ങളും അലസതകളും ഒക്കെ വന്നു ചേരാനുള്ളതായ സാധ്യതകളെയും ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു സമയമാണ്. ശരാശരി കണക്കനുസരിച്ചിട്ട് 15 വയസ്സിന് ശേഷമാണ് ഇവർക്ക് നല്ലതായ ഒരു ഫലം വരിക. അതും എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല, ഓരോരുത്തരുടെ ജനനസമയം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം. 15 വയസ്സിന് ശേഷം 35 വയസ്സ് വരെയുള്ളതായ ശുക്രകാലത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തികം, ദാമ്പത്യം, സന്തതി ഭാഗ്യങ്ങൾ, കുടുംബജീവിതാദി കാര്യങ്ങൾ, ആടയാഭരണങ്ങൾ, വസ്തുവകൾ എന്നിങ്ങനെയൊക്കെയുള്ളതായ ഗുണങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് സ്ത്രീകൾക്ക് ഒരുപാട് ആഭരണങ്ങളോട് അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളോട് ഒക്കെ കൂടുതൽ താല്പര്യങ്ങൾ തോന്നുന്ന ഒരു നക്ഷത്രമാണ്. പുരുഷന്മാർ വളരെ ഗൗരവമുള്ളവരാണ്, ഗാംഭീര്യമുള്ളവരാണ്, വിഷയങ്ങളിലൊക്കെ അവർ ഉറച്ചു നിൽക്കുന്നവരാണ്. ഔദ്യോഗിക മേഖലകളിലൊക്കെ അവർ കർക്കശക്കാരായിരിക്കും. അതുവഴി അവർക്ക് ഒരുപാട് ശത്രുക്കളെയൊക്കെ നേരിടേണ്ടി വരും. സത്യസന്ധതയിലും പ്രവൃത്തി കാര്യങ്ങളിലുമൊക്കെ അവർ കുറച്ച് നിഷ്ഠയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്ന വിധത്തിലുള്ള ഒരു നക്ഷത്രമാണ് തൃക്കേട്ട. പൊതുവിൽ നല്ല നക്ഷത്രമെന്ന് പറയാമെങ്കിലും പലപ്പോഴും ഈ വന്നു ചേരുന്നതായ അനുഭവങ്ങൾ കൊണ്ട് മറ്റ് വ്യക്തികൾക്കും ഈ ആളിന് തന്നെയും ചിലപ്പോഴൊക്കെ വിഷമതകൾ നേരിടുന്നതായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പലരും അതിനെ വേണ്ടത്ര ഒരു നല്ല നക്ഷത്രം എന്നല്ല പറയുന്നത്. പക്ഷേ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായ ഒരു നക്ഷത്രസ്ഥിതിയാണ്. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായ സമയത്തിലുള്ളതായ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്, രാശിവശാൽ 5-ൽ ശനി നിൽക്കുകയും അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ചെറുതും വലുതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തൊഴിൽ മേഖലകളിൽ, വിദേശയാത്രാ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, ആരോഗ്യ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമാകുന്ന അസുഖങ്ങൾ, വയറ്റിന് അസുഖം പോലുള്ളതായ കാരണങ്ങളിലൊക്കെ കുറച്ച് വിഷമങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴത്തെ ഈ കാലസ്ഥിതിയിലുണ്ട്. കൂടാതെ മുതിർന്നവരാണെങ്കിൽ മക്കളുമായിട്ടും അതുപോലെ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ പിണങ്ങാനുള്ള സാധ്യത വരാം. അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴൻ്റേതായ കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾക്കും അതുവഴി മനപ്രയാസങ്ങൾക്കും കാരണങ്ങൾ വരാം. ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് മഹാവിഷ്ണുവിനെയും ശാസ്താവിനെയും ശിവനെയും പ്രാർത്ഥിക്കുക, ഭരദേവതകളെ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യത്തിലും വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി പ്രവർത്തിച്ചാൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. നന്മയുണ്ടാവട്ടെ.